Now we are discussing some special adjustments to be done or special matters to be considered at the time of preparing cash flow statement. Okay, there may be some special items, and the first one, as we have mentioned in the case of fund flow statement, it is provision for income tax. Provision for income tax means the amount set aside for the purpose of paying tax. Okay, then provision for income tax is added to net profit to calculate cash flow from operating activities. നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ പരിചയപ്പെട്ട ഒരു ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡെബിറ്റഡ് എന്നാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡെബിറ്റഡ്. ഇൻകം ടാക്സ് ഓപ്പറേറ്റിംഗ് ആണ്, പക്ഷേ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ക്യാഷ് ഐറ്റം. സോ ദിസ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ദെൻ ടാക്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐറ്റമാണ് ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് വരും. ഓക്കെ, ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് ഡിഡക്റ്റഡ് ഈസ് ഫ്രം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ അല്ലേ, ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എല്ലാ ഇതും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുക ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസിൽ നിന്ന് ഇൻകം ടാക്സ് ലെസ് ചെയ്യുക, ബാലൻസിനെയാണ് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുക. സോ ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ പ്രൊവിഷൻ ഫോർ ടാക്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഈഫ് പ്രൊവിഷൻ ഫോർ ടാക്സ് ഈസ് ഗിവൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റ്. കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ. കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് തന്നതെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഫോർ കറണ്ട് ഇയർ. കറണ്ട് ഇയർ പ്രൊവിഷനാണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സ് പ്രൊവിഷൻ. ഈ വർഷത്തെ പ്രൊവിഷനായി ട്രീറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. If tax provision is given on the liability side of last year balance sheet, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ടാക്സ് പ്രൊവിഷൻ എന്ന് തരുന്നതെങ്കിൽ, ലാസ്റ്റ് ഇയർ പ്രൊവിഷൻ്റെ പ്രത്യേകത കഴിഞ്ഞ വർഷം ഇൻകം ടാക്സിന് വേണ്ടി മാറ്റിവെച്ച എമൗണ്ടാണ്. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഇറ്റ് ഈസ് പെയ്ഡ് ഡ്യൂറിങ് കറണ്ട് ഇയർ. അല്ലെ, കഴിഞ്ഞ വർഷം പ്രൊവിഷൻ എന്ന് പറയുന്ന ഈ വർഷം അത് ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു എന്നാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സ് പെയ്ഡ്. ടാക്സ് പെയ്ഡ് എവിടെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിൻ്റെയും ലാസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റിൻ്റെയും ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടെങ്കിൽ കറണ്ട് ഇയർ പ്രൊവിഷൻ ട്രീറ്റഡ് ആസ് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ, ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയർ പ്രൊവിഷൻ ഈസ് ട്രീറ്റഡ് ആസ് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ കൊല്ലം കൊടുത്തു എന്നാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഐറ്റമാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. മറ്റൊരു കാര്യം ഈ ടാക്സ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് വി വിൽ ബി ഗിവൺ വിത്ത് സം ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ടാക്സ് പ്രൊവിഷൻ, എസ്പെഷ്യലി ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു പ്രിപ്പയർ എ ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട്. ഒരു ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട് കീപ്പ് ചെയ്യുക. ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്രെഡിറ്റ് ബാലൻസ് വരുന്ന പ്രൊവിഷൻസ് ആണ്, ലയബിലിറ്റി സൈഡ് വരുന്നതായിട്ടാണ്, ക്രെഡിറ്റ്സ് ബാലൻസ് വരുന്നതായിട്ടാണ്. സോ സിമ്പിൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, കാരണം ക്രെഡിറ്റ് ഐറ്റം ആണല്ലോ. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ടാക്സ് പ്രൊവിഷൻ ഡ്യൂറിങ് ദി ഇയർ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ടാക്സ് പെയ്ഡ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഒന്നുകൂടി പറയണോ? ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സ് എപ്പോഴും ലയബിലിറ്റി സൈഡ് വരുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക.
അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ടാക്സ് പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെയാണ് കാണിക്കുക. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഇയർ പ്രൊവിഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. കാരണം ടാക്സ് പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ്. ടാക്സ് പ്രൊവിഷൻ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ടാക്സ് പെയ്ഡ് ആണ്. ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സിൻ്റെ പ്രൊവിഷൻ കുറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് പെയ്ഡ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇതാണ് 4 ഐറ്റംസ് പ്രധാനമായിട്ടും വരിക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ടാവില്ല, ബാലൻസ് 3 ഐറ്റംസും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ടാവും, പക്ഷേ കറണ്ട് ഇയർ പ്രൊവിഷൻ തന്നിട്ടുണ്ടാവില്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലും അഡ്ജസ്റ്റ്മെൻറ്റിലും ടാക്സ് പ്രൊവിഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ we have to prepare a tax provision account. Then second special item ആണ് proposed dividend. Proposed dividend during the year is treated as provision. അല്ലേ, കറണ്ട് ഇയറിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഐറ്റമാണ് തരുന്നതെങ്കിൽ നമുക്കറിയാം അതൊരു പ്രൊവിഷനായി ട്രീറ്റ് ചെയ്യുക. മാത്രമല്ല ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. അല്ലേ, നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു ഫൈൻഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് ട്രീറ്റഡ് ആസ് എ പ്രൊവിഷൻ. ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ടു ഫൈൻഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഡ്യൂറിങ് ദ ഇയർ. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ക്യാഷ് ഔട്ട് ഫ്ലോ. അല്ലേ, ക്യാഷ് കൊടുക്കുന്ന ഐറ്റമാണ് ഇത്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട് ഫ്ലോ. വിച്ച് കാറ്റഗറി? ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഡിവിഡൻഡ് പെയ്ഡ് ഈസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. സോ ഇത് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ, അല്ലേ, അണ്ടർ ദ ഹെഡിങ് ഫിനാൻസിങ് ആക്ടിവിറ്റി നമ്മൾ ഒരു ക്യാഷ് പേയ്മെൻറ്റായി കാണിക്കും. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഇൻ കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റ്. കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതർത്ഥം അത് ഈ വർഷത്തെ പ്രൊവിഷനാണ്. ഇത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു ഫൈൻഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ഇഫ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈസ് ഗിവൺ ഇൻ പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റ്, ലാസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തരുന്നതെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, കൊടുത്തിട്ടുണ്ടായിരിക്കാം. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പെയ്ഡ് ഇൻ ദ കറണ്ട് ഇയർ. So it is shown under the heading financing activity as payment. Then next dividend പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ഐറ്റമാണ് interim dividend. അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ തന്നെ 6 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാം. interim dividend. It is added to net profit to find cash from operating activities. Cash from ഓപ്പറേഷനോട് കൂടിയിട്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് നമ്മൾ ഏതായിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനോടുകൂടി ആഡ് ചെയ്യുക, നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം. ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, അതേസമയം ഇറ്റ് ഈസ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം. അല്ലേ, ഇത് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ആഡഡ് ടു ഫൈൻഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എലോങ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് അറ്റ് ദ സെയിം ടൈം. അത് കൊടുക്കുകയും ചെയ്തല്ലോ. So the payment is treated as payment in financing activity. So interim dividend ഉണ്ടെങ്കിൽ 2 സ്ഥലത്ത് കാണിക്കണം. First it is added to net profit to find cash from operation. Second it is deducted from cash flow from financing activities. Okay. Another special item to be considered is interest and dividend. We have already mentioned it. Okay. For banking companies, ഒരു ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇറ്റ് ഈസ് എ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കാരണം അവരുടെ പ്രത്യേകത ലോണ് വാങ്ങുക, ലോണ് കൊടുക്കുക, തിരിച്ചു വാങ്ങുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷെയറിലോ ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷനാണ്. സോ ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കൊടുക്കുക, സ്വന്തം ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ്
ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് അല്ലാത്ത എല്ലാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഫോർ അതർ കൺസേൺസ്, ബാങ്കിങ് കമ്പനി അല്ലാത്ത മറ്റെല്ലാ കൺസേൺസിൻ്റെയും പ്രത്യേകത, ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് എ ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, ഡിവിഡൻഡ് പെയ്ഡ് ഫിനാൻസിങ്. അതായത് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് പെയ്ഡ് ഈസ് ഫിനാൻസിങ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. Then next, some extraordinary items. Extraordinary items can be treated as operating, financing or investment activities in cash flow statement, but it should be disclosed separately. അങ്ങനെ വല്ല ഐറ്റം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് ഹെഡിങ്ങിലും ഉൾപ്പെടുത്താം, പക്ഷേ പ്രോബ്ലം ചെയ്തതിൻ്റെ അവസാനം ഒരു നോട്ട് കൊടുക്കണം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ് ഓർ ഇൻവെസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇൻഷുറൻസ് ക്ലെയിം ഫ്രം ആൻ ഇൻഷുറൻസ് കമ്പനി റിസീവ്ഡ്, bad debt recovered, winning from lotteries, winning from lawsuit, etc. But it can be, these are extraordinary items. It can be treated as either operating or financing or investing, but you should give a note, explanatory note after the problem. The non-cash transactions. എന്താ ചെയ്യേണ്ടത്? Cash flow statement shows only cash transactions. So all non-cash transactions are ignored even if they are significant. For example, conversion of share into debenture. There is no cash flow. Purchase of asset by issue of debentures. There is no cash flow. So these items are ignored. These are not to be shown in cash flow statement because there is no inflow of cash or outflow of cash. Then preparation of fixed asset account. So in certain cases there may be asset value, opening value will be there, closing value will be there, depreciation will be given, purchase details will be given, or selling details will be given. In that case we have to prepare fixed asset account. Generally we compare the opening value and closing value of fixed assets. So there may be increase or decrease in the value of fixed assets. അല്ലേ, ഓപ്പണിംഗ് വാല്യൂം ക്ലോസിംഗ് വാല്യൂം, അതായത് രണ്ട് ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂസ് സെയിം അല്ലെങ്കിൽ ഇൻക്രീസോ ഡിക്രീസോ ആണ്. ദാറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് പർച്ചേസ് ഓർ സെയിൽസ്. ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പർച്ചേസ്. ഇറ്റ് ഈസ് ഷോൺ ആസ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഇഫ് ദർ ഈസ് ഡിക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു അസറ്റ് വിറ്റു എന്നാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സെയിൽസ് ഓർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡിപ്രീസിയേഷൻ. സെയിൽസ് ആർ ഷോൺ ആസ് റിസിപ്റ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. സെയിൽസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സെയിൽസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. വെറാസ് ഇഫ് it is taken as depreciation, depreciation is a non-cash item. It is added to net profit to calculate cash from operation. If fixed asset details are also given in adjustments, then we have to prepare concerned fixed asset account. നമ്മൾ സിംപ്ലി ഒരു ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. then in that case there is no need to prepare a asset account. അല്ലേ, ഓപ്പണിംഗ് ബാലൻസ് 10,000, ക്ലോസിംഗ് ബാലൻസ് 20,000, വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ നമുക്കറിയാം 10,000 കൂടി പർച്ചേസാണ്, അതിന് വേറെ അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ഇഫ് ദർ ഈസ് additional information also given, then in that case we will prepare fixed asset account. Fixed asset account എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാലോ അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഈസ് ഡെബിറ്റഡ്, ക്ലോസിംഗ് ബാലൻസ് ഈസ് ക്രെഡിറ്റഡ്, ക്യാഷ് പർച്ചേസ് ഈസ് ഡെബിറ്റഡ്, ക്യാഷ് സെയിൽസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ഓൾസോ ഡിപ്രീസിയേഷൻ ഈസ് ക്രെഡിറ്റഡ്. ഇപ്പോൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറലി വി വിൽ ഗെറ്റ് ദ ബാലൻസ് ആസ് ക്യാഷ് പർച്ചേസ് ഓർ ക്യാഷ് സെയിൽസ്. ഓക്കെ, ദെൻ ഇനി പറയണ്ടല്ലോ അല്ലേ, ഒരു മെഷീനറി അക്കൗണ്ടാണിത്. ഈ മെഷീനറി അക്കൗണ്ടിൻ്റെ പ്രത്യേകത, in that case we will be given with the opening balance. For example, opening balance 10,000, closing balance 20,000 there may be given, and depreciation may be given 1,000. Then we are not given cash sales. Okay, what we will do in that case, we will find the total 21. Here it is only 10,000. That is the balancing figure will be 11,000. What is 11,000? It is treated as cash purchase. അതേസമയം ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ നമ്മളതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറയും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ
ഫിക്സഡ് അസറ്റ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരു 2, 3, 4 തവണ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക, നോട്ട്സ് കറക്റ്റ് എഴുതിയെടുക്കുക. ഇത് വളരെ ബ്രീഫ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്, അപ്പോൾ ഇതിലൊന്നും വിടാനില്ല. ഇത് നിർബന്ധമായും പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോബ്ലം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.